blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ എപ്പിസോഡിൻ്റെ ഫിനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ ആദ്യമേ പ്രാർത്ഥിക്കുന്നത് അബുദാബിയിൽ നിന്നും ഡെനിസ് ചെറിയൻ ആൻഡ് ചിഞ്ചു രാജൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഡെന്നിസിനും കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല ആരോഗ്യത്തെ അങ്ങ് നൽകണമേ. സകല അനുഗ്രഹങ്ങളും കൊണ്ട് ആ കുടുംബത്തെ നിറയ്ക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, വൈഫ് ചിഞ്ചുവിൻ്റെ വളരെ നല്ല ഒരു സുഖകരമായ പ്രസവത്തിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനാൽ നന്ദി. ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്ന പൂനെയിൽ നിന്നും ഒരു വെൽവിഷർ, ഒരു സഹോദരൻ തൻ്റെ മകൾക്ക് ബുദ്ധിമാന്ദ്യത്തിൽ നിന്ന് പരിപൂർണമായ വിടുതൽ കർത്താവെ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, ജോലിയിൽ ഒരു പ്രൊമോഷൻ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്ന ബാംഗ്ലൂരിൽ നിന്നും ഒരു വെൽവിഷർ, ഒരു സഹോദരിയാണ്. കർത്താവെ, തനിക്ക് യോജിച്ച ഒരു ജീവിത പങ്കാളിയെ കർത്താവ് കൊടുക്കണമേ. വിവാഹം എത്രയും വേഗം നടക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ ഒരു വലിയ അത്ഭുതം ഇവർക്കെല്ലാവർക്കും വേണ്ടി അങ്ങ് ചെയ്യണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാംഗ്ലൂർ ഏപ്രിൽ 6 വ്യാഴം. സമയം വൈകിട്ട് 5:30 മുതൽ 8:30 വരെ. ഡോൺ ബോസ്കോ ഹാൾ, ജ്യോതി സർക്കിളിന് സമീപം, ഹമ്പൻകട്ട, മംഗലാപുരം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മൈസൂർ ഏപ്രിൽ 7 വെള്ളി. സമയം വൈകിട്ട് 5:30 മുതൽ 8:30 വരെ. ബർത്തലോമിയോസ് കമ്മ്യൂണിറ്റി ഹാൾ, സബർബ് ബസ് സ്റ്റാൻഡിന് സമീപം, മൈസൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഏപ്രിൽ 8 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 15K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. തന്റെ ഏകജാതനായ പുത്രനെ ക്രൂശിലെ മരണത്തോളം വിട്ടുകൊടുത്ത ദൈവപിതാവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുവാനും യേശുവിന്റെ കാൽവരി ക്രൂശിലെ സന്ദേശത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ പഠിക്കുവാനും ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഗുഡ് ഫ്രൈഡേ സർവീസ് 2017. ഏപ്രിൽ 14 ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ രാവിലെ 9:30 മുതൽ 12:30 വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0484422211 www.blessingtoday.tv. ഇന്നത്തെ മീറ്റിംഗ് നല്ല അനുഗ്രഹമായിരുന്നു. ഞങ്ങൾക്ക് കേട്ടിരുന്നിട്ട് മതിയാവുന്നില്ല. ഇനി എത്ര കേട്ടാലും മതിയാവില്ല. ഇനി എവിടെയും ഇതേമാതിരി വരുമ്പോൾ ഞങ്ങളതിൽ പങ്കെടുക്കും. ഇപ്പോൾ ബ്രദർ ഡാമിയൻ നൽകിയ സന്ദേശത്തിന്റെ ഒരു ഭാഗം. And when the Holy Spirit comes, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ start serving others. മറ്റുള്ളവരെ സേവിക്കുവാൻ വേണ്ടി നിങ്ങൾ Start തയ്യാറാകുക. praying for others. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ Start തയ്യാറാകുക. praying for the sick people. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങുക. Start praying for the alcoholics. മദ്യപാനികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. You receive the love of God and give out the love of God to everyone. നിങ്ങൾ ദൈവത്തിന്റെ സ്നേഹത്തെ സ്വീകരിക്കുകയാണ്. ആ ദൈവസ്നേഹം മറ്റുള്ളവർക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുക. നിങ്ങളുടെ അനുഗ്രഹത്തിനായി കേട്ട് അനുഗ്രഹം പ്രാപിക്കുവിൻ. Let us read Revelation chapter 21 and verse number 6. നമുക്കൊരുമിച്ച് ചേർന്ന് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം വായിക്കാം. If you have a Bible, just open. നിങ്ങളുടെ കൈകളിൽ വശം ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ ദയവായി അത് തുറന്നാലും. For your information, the book of Revelation is at the end of your Bible. നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയട്ടെ, ഈ വെളിപ്പാട് പുസ്തകം ബൈബിളിലെ ഏറ്റവും അവസാനത്തെ പുസ്തകമാണ്. And chapter 21 is the second last chapter in the last book. 21-ാം അധ്യായം എന്ന് പറയുന്നത് ഇത് അവസാന പുസ്തകത്തിലെ അവസാനത്തെ അധ്യായത്തിന് തൊട്ടു മുന്നത്തെ അധ്യായമാണ്. Revelations 21:6, he said to me, it's done.
I am the Alpha and the Omega, the beginning and the end. To him who is thirsty, I will give to drink without cost the spring of the water of life. പിന്നെ അവിടുന്ന് എന്നോട് പറഞ്ഞു, സംഭവിച്ചത് തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവജലത്തിന്റെ ഉറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. Say hallelujah. എത്ര പേർ ഹല്ലേലൂയ പറയും? Lift your hands, move it like this and shout hallelujah. കൈകൾ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ കൈകൾ വീശിക്കൊണ്ട് ഹല്ലേലൂയ പറഞ്ഞാലും Hallelujah. ഹല്ലേലൂയ. Now, if you are trying to purchase a plot of land, നിങ്ങൾ ഒരു കുറച്ച് ഭൂമി വാങ്ങിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ 5 cents or 10 cents or 20 cents, 5 സെന്റോ 10 സെന്റോ അതോ 20 സെന്റോ, if you are a wise man or a wise woman, the first thing that you are going to check is there any water source? നിങ്ങൾ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അതിനകത്ത് എന്തെങ്കിലും വെള്ളത്തിന്റെ സൗകര്യമുണ്ടോ എന്നാണ്. Is there a well? അവിടെ Or ഒരു a borewell, or at least is there a municipal or corporation or panchayat water connection? അവിടെ ഒരു കിണറുണ്ടോ അല്ലെങ്കിൽ കുഴൽ കിണറുണ്ടോ, ഒന്നുമില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ ഒരു പൈപ്പ് കണക്ഷൻ എങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാറുണ്ട്. A friend of mine purchased a land around, I think, 10 acres of land. എൻ്റെ ഒരു സുഹൃത്ത് ഏകദേശം ഒരു 10 ഏക്കറോളം സ്ഥലം അദ്ദേഹം വാങ്ങി. It was for a special project. അതൊരു പ്രത്യേക ഒരു പ്രൊജക്റ്റിന് വേണ്ടിയായിരുന്നു. But after a few years, he told me, Brother Damien, we are in a great trouble. ചില വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്നോട് വന്ന് പറഞ്ഞു, ബ്രദർ ഡാമിയൻ, ഞങ്ങൾ ഇപ്പോൾ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. We were about to put up the project. We did everything. We did all the planning and everything. But the problem is that there is no one single drop of water available in the 10 acres of land. ഞങ്ങൾ ഒരു വലിയൊരു പദ്ധതിക്ക് വേണ്ടിയുള്ള പദ്ധതികളെല്ലാം തയ്യാറാക്കി. പക്ഷെ ഞങ്ങളിപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആ 10 ഏക്കർ സ്ഥലത്തിനകത്ത് ഒരു തുള്ളി ജലം പോലും അവിടെ എടുക്കുവാനില്ല. Now we are in search of some buyers so that we can dispose the land. ഞങ്ങളിപ്പോൾ ഈ ഭൂമി ഇത് വിറ്റ് കൈയൊഴിയുന്നതിന് വേണ്ടിയുള്ള ഏതെങ്കിലും വിൽപ്പനക്കാരെ ആരെങ്കിലും മേടിക്കാൻ ആളുകളെ കിട്ടുമോ എന്ന് ഞങ്ങളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. It is really good land. ഇത് നല്ല ഒരു ഭൂമിയാണ്, but there is no water. എന്നാൽ അതിനകത്ത് വെള്ളമില്ല. So this thing happened to so many people. ഇങ്ങനെയുള്ള കാര്യം പല ആളുകൾക്കും സംഭവിച്ചിട്ടുണ്ട്. Somehow they purchase a land, but after that they come to know that there is no water supply. അവരെങ്ങനെയൊക്കെയോ ചില വസ്തു അവർ മേടിച്ചു, പക്ഷെ പിന്നീട് അവർ തിരിച്ചറിഞ്ഞു അതിനകത്ത് ജലത്തിന്റെ അംശമില്ല. So water is so important for our lives. വെള്ളം നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. Hallelujah. Hallelujah. If you study the history of civilization, നമ്മൾ സംസ്കാരങ്ങളുടെ ചരിത്രം നമ്മൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ every civilization is found near to some river banks. എല്ലാ സംസ്കാരങ്ങളും കാണപ്പെടുന്നത് ചരിത്രത്തിൽ നാം നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും നദീ തീരത്തിനോട് അടുത്താണ്, നദീ തടത്തിനോട് അടുത്താണ് സംസ്കാരങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. Hallelujah. Hallelujah. ഈ വർഷം മുതൽ ബ്ലെസ്സിങ് ടുഡേയുടെ ലോകവ്യാപകമായ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്കും ഒരു പാർട്ട്ണറായി മാറാൻ കഴിയും. ബ്ലെസ്സിങ് പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിലൂടെ നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീനിലെ നമ്പറിൽ ഒരു മിസ്ഡ് കോൾ നൽകുക. ഓഫീസിൽ നിന്നും, ബ്ലെസ്സിങ് ടുഡേ ഓഫീസിൽ നിന്നും ചില ശുശ്രൂഷകൾ നിങ്ങളെ വിളിച്ച് എങ്ങനെയാണ് ഒരു പാർട്ട്ണർഷിപ്പിലേക്ക് വരാൻ കഴിയുന്നത് എന്നുള്ളത് വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, യേശു കർത്താവ് വരാറായി. എന്നാൽ ഇനിയും സുവിശേഷം എത്രയോ സ്ഥലങ്ങളിൽ എത്തുവാൻ കിടക്കുന്നു, എത്രയോ രോഗികൾ സൗഖ്യമാകാൻ കിടക്കുന്നു, എത്രയോ മദ്യപാനികൾ വിടുവിക്കപ്പെടാൻ കിടക്കുന്നു. അവർക്കെല്ലാം ഒരു പരിഹാരമായി, അവർക്കെല്ലാം ഒരു സുവാർത്തയായി ഈ ബ്ലെസ്സിങ് ടുഡേ എത്തിച്ചേരേണ്ടതിന് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. ഇപ്പോൾ തന്നെ ഫോൺ എടുത്ത് ഒരു മിസ്ഡ് കോൾ നൽകുക. Why? Because without a river, without a water supply, no one can exist. ആ ഒരു നദിയില്ലെങ്കിൽ അല്ലെങ്കിൽ ജലത്തിന്റെ സ്രോതസ് ലഭ്യമല്ലെങ്കിൽ ആർക്കും നിലനിൽക്കുവാൻ കഴിയുന്നതല്ല. There were civilizations near to Euphrates and Tigris rivers. ആ യൂഫ്രട്ടീസിന്റെ ടൈഗ്രീസ് നദികളുടെയും അതിന്റെ വശങ്ങളിൽ സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. And near to river Nile
there was and there is still civilization. ആ നൈൽ നദിയുടെ തീരപ്രദേശങ്ങളിൽ ഇപ്പോഴും അതിന്റെ സംസ്കാരങ്ങളുണ്ട്. അന്നും ഉണ്ടായിരുന്നു, ഇപ്പോഴും And ഉണ്ടായിരുന്നു. we hear about, we learn about, we read about the civilization near to river Ganges. സിന്ധു നദീതടത്തിന്റെ അടുത്തുള്ള സംസ്കാരത്തെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. Hallelujah. ഹല്ലേലൂയ. So water source is a must for human life. ഈ ജലത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യാവശ്യമായ If you കാര്യമാണ്. want to do some agriculture, some cultivation, you need water. നിങ്ങൾക്ക് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണ്. Hallelujah. ഹല്ലേലൂയ. Now, in the verse that we read in Revelation chapter 21 and verse number 6, we read about the river of life. നമ്മൾ ഈ 21-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ജീവജലത്തിന്റെ ഉറവയെ പറ്റിയാണ്. Hallelujah. ഹല്ലേലൂയ. So Jesus is saying, he said to me, it's done. I am the Alpha and the Omega. Jesus is the beginning and he is the end. And to him who is thirsty, I will give to drink without cost. It is totally free from the spring of the water of life. യേശു പറയുകയാണ്, ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവജലത്തിന്റെ ഉറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. Hallelujah. ഹല്ലേലൂയ. Even if you are taking water, if you are taking a water connection, you will have to pay water bill. നിങ്ങൾ വാട്ടർ കണക്ഷനിൽ നിന്ന് നമ്മൾ വെള്ളം എടുക്കുകയാണെങ്കിൽ മാസത്തിൽ നമ്മൾ അതിന്റെ ബില്ല് കൊടുക്കേണ്ടി വരും. Or if on the way in a travel, if you are purchasing a bottle of mineral water, you have to pay cash. നിങ്ങൾ യാത്രയുടെ മധ്യേ ഒരു കുപ്പി മിനറൽ വാട്ടർ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ അത് മേടിക്കുന്നതിന് നിങ്ങൾ പണം കൊടുക്കേണ്ടി വരും. But Jesus says, I'm going to give you water supply, water free of cost. എന്നാൽ യേശു ഇവിടെ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഈ വെള്ളം ഞാൻ നിങ്ങൾക്ക് തരികയാണ്, അതിന് ഒരു കാശും കൊടുക്കാതെ ഒരു വിലയും കൊടുക്കാതെ ഞാൻ സൗജന്യമായിട്ടാണ് വെള്ളം നൽകുന്നത്. Hallelujah. ഹല്ലേലൂയ. But this is about a special city made by God, New Jerusalem. ഇത് നടക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്താണ്, ഒരു നഗരത്തിലാണ്. ആ നഗരം ദൈവം തന്നെ സൃഷ്ടിച്ചതാണ്. ആ നഗരത്തിന്റെ പേര് പുതിയ യെരൂശലേം എന്നാണ്. വലതുകരം ഉയർത്തിപ്പിടിക്കാം. എല്ലാവരും പറയാം, പുതിയ യെരൂശലേം. പുതിയ യെരൂശലേം. ഒന്നുകൂടി പറയാം, പുതിയ യെരൂശലേം. ഒന്നുകൂടി പറയാം, പുതിയ യെരൂശലേം. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Water supply system in New Jerusalem. ഈ ജല വിതരണ സമ്പ്രദായത്തെ പറ്റി പുതിയ യെരൂശലേമിലുള്ള അതിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. Hallelujah. ഹല്ലേലൂയ. That means in the eternity also, in New Jerusalem also, we need to have water supply. അതിന്റെ കാരണം ഇതാണ്, പുതിയ യെരൂശലേമിൽ നിത്യതയിൽ പോലും നമുക്ക് ജലത്തിന്റെ ആവശ്യമുണ്ട്. Hallelujah. ഹല്ലേലൂയ. And that will not be H2O, that will be spring of living waters. അത് നമ്മൾ ഇന്ന് ഭൂമിയിൽ കുടിക്കുന്ന വെള്ളം, അതായത് H2O, ആ വെള്ളമല്ല, അത് ജീവജലത്തിന്റെ നദിയാണ്. John chapter 7 verse number 37 and 38. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 37-38 വാക്യങ്ങൾ. On the last and great day of the feast, Jesus stood and said in a loud voice, if anyone is thirsty, let him come to me and drink. Whoever believes in me, as the scripture has said, streams of living water will flow from within him. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാമത്തെ വാക്യം. ഉത്സവത്തിന്റെ പ്രധാന ദിനമായ ഒടുവിലത്തെ ദിവസം യേശു നിന്നുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്ന ഏതൊരുവിൻ്റെയും ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകും. Hallelujah. ഹല്ലേലൂയ. Now, even before we enter New Jerusalem, Jesus is starting that water supply here. നമ്മൾ പുതിയ യെരൂശലേമിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപേ തന്നെ യേശു കർത്താവ് ആ ജീവജലത്തിന്റെ അത് നമുക്ക് നൽകുകയാണ്, ഇപ്പോൾ തന്നെ നൽകുകയാണ്. When you read John chapter 4 verse number 24 onwards, and even before that, Jesus is talking about the Spirit of God and the Spirit of living waters to the Samaritan woman.
യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം, അതിന് മുൻപേ തന്നെ യേശു കർത്താവ് ശമരിയ സ്ത്രീയോട് ആത്മാവിനെ പറ്റി, ജീവജലത്തെ പറ്റി അവിടെ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. Hallelujah. Hallelujah. Jesus said, if you drink this water, the water drawn from Jacob's well, you will be thirsty again. But I'm going to give you another water, the water of life, and if you drink that, you will never be thirsty again. യേശു കർത്താവ് ശമരിയ സ്ത്രീയോട് ഇപ്രകാരം പറഞ്ഞു, നീ ഈ കിണറിൽ നിന്ന് കുടിക്കുകയാണെങ്കിൽ, അതായത് യാക്കോബ് പണിത ആ കിണറിൽ നീ കുടിക്കുകയാണെങ്കിൽ വീണ്ടും നിനക്ക് ദാഹിക്കും. എന്നാൽ ഞാൻ നിനക്ക് നൽകുന്ന ജലം, അതായത് പരിശുദ്ധാത്മാവ്, ജീവജലം, അത് നീ കുടിക്കുകയാണെങ്കിൽ നിനക്ക് ഒരിക്കലും ദാഹിക്കുകയില്ല. Shout hallelujah. എത്ര പേർ കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറയും? ഇപ്പോൾ നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ദൈവം ചെയ്ത അത്ഭുത സാക്ഷ്യം കാണാവുന്നതാണ്. ഈ സഹോദരിക്ക് ദൈവം ചെയ്ത അനുഭവം, തൻ്റെ ഈ കുഞ്ഞ് അതിൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ അതിന് ബിലിറുബിൻ കൂടുകയും കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ മഞ്ഞ നിറത്തിലാവുകയും ചെയ്തു. വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കുഞ്ഞ് കടന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രെയർ കോൾ സെൻറ്ററിൽ വിളിച്ച് ഇവർ പ്രാർത്ഥിക്കുന്നത്. അവർ പറഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ അത് കുറയുമെന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ സമയത്ത് സംഭവിച്ചത്? ഞാനിതുപോലെ വിളിച്ച് പറഞ്ഞു, എൻ്റെ മകൻ ഇതേപോലെ ശരീരം മൊത്തവും മഞ്ഞയാണ്, പിന്നെ നഴ്സറി വെച്ചിട്ടും ഒരു മാറ്റവും ഇല്ല. വളരെയധികം കണ്ണുനീരോടെയാണ് ഞാൻ ആ കാര്യം ഇങ്ങനെ, ഞാനും എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രദർ പറഞ്ഞു 3 ദിവസം കഴിയുമ്പോൾ പൂർണ്ണമായിട്ടൊരു സുഖം തരിക തന്നെ ചെയ്യും. അപ്പോൾ ഈ പ്രാർത്ഥിച്ച ശേഷമാണ് ഇവന് വ്യത്യാസം ഓരോ ശതമാനം വെച്ച് കുറഞ്ഞ് 16% ഇവന് മാറ്റം വന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പുറത്ത് വന്നു. ബിലിറുബിൻ്റെ അളവിൽ ഒരു കുറവുമില്ലായിരുന്നു, പക്ഷെ പ്രാർത്ഥനയ്ക്ക് ശേഷം അത് ഓരോ ശതമാനമായി കുറയാൻ തുടങ്ങി. അത് മാത്രമല്ല, ഈ സഹോദരിയുടെ ചേച്ചിയുടെ മകൾക്ക് കഷത്ത് ഒരു മുഴയുണ്ടായിരുന്നു. അപ്പോൾ അത് കുത്തിയെടുത്ത് അത് പരിശോധനയ്ക്ക് അയക്കണം, അത് എങ്ങനെയുള്ളതാണെന്ന് അത് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അവർ വളരെയധികം ബുദ്ധിമുട്ടോടുകൂടി ഇരുന്നു. ആ സമയത്ത് നമ്മുടെ പ്രെയർ കോൾ സെൻറ്ററിലേക്ക് വിളിച്ച് ഇവർ പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി ആ മുഴ അത് അവിടുന്ന് മാറിപ്പോയി. ഈ 2 സാക്ഷ്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഈ സഹോദരി ഇന്നിവിടെ വന്നിരിക്കുന്നത്. യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾക്കായി എല്ലാവരും കൈകളടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞാൽ. ഈ സഹോദരി പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണ്. 2014 മുതൽ തനിക്ക് തൻ്റെ ശരീരത്തിൽ നട്ടെല്ലിൻ്റെ ഭാഗത്ത് ചെറിയ ചെറിയ കുരുക്കൾ മുഴ പോലെ വരികയും അത് പഴുത്ത് പൊട്ടുകയും ചെയ്യുമായിരുന്നു. അങ്ങനത്തെ ഒരു അസുഖം തനിക്ക് ആരംഭിച്ചു. ഏതാണ്ട് 1 വർഷത്തോളം താൻ ട്രീറ്റ്മെൻറ്റുകൾ നടത്തിയെങ്കിലും അതിന് ഇടവിട്ട് വീണ്ടും തൻ്റെ ശരീരത്തിൽ ഇതുപോലെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ 2015 മാർച്ച് മാസത്തിൽ താൻ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ബ്രദർ ഡാമേൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, നടുവിൻ്റെ ഭാഗത്ത് കുരുക്കൾ വന്ന് പഴുത്തു പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ യേശു സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയം മുതൽ എന്താ സംഭവിച്ചതെന്ന് പറയാമോ? അത് അന്ന് മുതൽ പിന്നെ അങ്ങനെ വന്നിട്ടില്ല, പഴുത്തു പൊട്ടിയിട്ടില്ല. അന്ന് മുതൽ 1 വർഷത്തോളമായിട്ടുണ്ടായിരുന്ന ആ നടുവിൻ്റെ ഭാഗത്ത്, നട്ടലിൻ്റെ ഭാഗത്ത് കുരുക്കൾ വന്ന് പഴുത്തു പൊട്ടിയിരുന്ന ആ അസുഖം അന്ന് സൗഖ്യമായി. അന്ന് മുതൽ തനിക്ക് അങ്ങനെ ഒരു അസുഖം വീണ്ടും വന്നിട്ടില്ല. യേശു കർത്താവിനൊരു നന്ദി പറയാമോ? തന്നെയല്ല, തൻ്റെ അമ്മയുടെ ജീവിതത്തിൽ കർത്താവ് വലിയൊരു അത്ഭുതമാണ് ചെയ്തത്. ഒന്ന് പറയാമോ എന്താ സംഭവിച്ചത്? എൻ്റെ അമ്മയ്ക്ക് യൂട്രസിൽ മുഴയുണ്ടായിരുന്നു, തൊണ്ടയിൽ 2 മുഴയുണ്ടായിരുന്നു, പിന്നെ കരളിൽ കൊഴുപ്പടിയുമായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ പ്രെയർ ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ യൂട്രസിൽ അങ്ങനെ ഒരു മുഴയില്ല. ഹല്ലേലൂയ. ഈ മോളുടെ പേര് സൂര്യ എന്നാണ്. പൂവാർന്ന് താൻ വരുന്നു. തനിക്ക് 4 വർഷത്തോളമായി തനിക്ക് നടുവിൻ്റെ വേദനയുണ്ടായിരുന്നു. നടുവിൻ്റെ വേദന മൂലം എന്തൊക്കെ ബുദ്ധിമുട്ടാണ് താൻ അനുഭവിച്ചുകൊണ്ടിരുന്നത്? തന്നെ ഭയങ്കര വേദനയായിരുന്നു. പഠിക്കാനൊന്നും പറ്റൂല, കുറുക്കിന് ചാടി ഇരുന്ന് പഠിക്കാനേ പറ്റൂ. ചില നേരം കിടന്നാണ് പഠിക്കണേ, ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒന്നും ചെയ്യാനൊന്നും തോന്നൂല, എപ്പോഴും കിടപ്പാണ്. ഈ മോള് പറയുന്നത് ഒത്തിരി നേരം ഇരിക്കാൻ പറ്റില്ല, ഇരുന്ന് പഠിക്കാൻ പറ്റൂലായിരുന്നു, ചാരിയൊക്കെ ഇരിക്കണം. അങ്ങനെ ഒത്തിരി വേദനകൾ താൻ
കഴിഞ്ഞ വർഷങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്ന സമയത്ത് താൻ എന്നോട് പറഞ്ഞത്, ഇവിടെ ഇരുന്ന സമയത്ത് താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ മേൽ വലിയൊരു ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്ന പോലെ താൻ തോന്നുന്നു, വിറയ്ക്കുന്നത് പോലെ, എന്തോ വന്ന് വീഴുന്നത് പോലെയൊക്കെ താൻ തോന്നി. അതിനുശേഷം ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ബ്രദർ പറഞ്ഞായിരുന്നു കഴുത്തിന് താഴോട്ടുള്ളവർക്ക് ദൈവം ഇപ്പോൾ തൊടാൻ പോവുകയാണെന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് വിശ്വാസം വന്നു. ഞാൻ കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ച്. അപ്പോഴത്തേക്ക് എൻ്റെ ദേഹത്ത് എന്തോ ഒരു ശക്തി ഇറങ്ങിയ പോലെ തോന്നി. കാലെല്ലാം വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ വന്ന് വീഴാൻ പോലെ തോന്നി. പക്ഷെ ഞാൻ ദേഹത്ത് നോക്കിയപ്പോൾ എനിക്ക് വിറയ്ക്കുന്നതായിട്ട് തോന്നിയില്ല. കൈയൊക്കെ നന്നായിട്ട് വിറയ്ക്കാൻ തോന്നി. കറണ്ട് അടിച്ച പോലെ തോന്നി. അപ്പോഴത്തേക്ക് ഇപ്പം എനിക്ക് വേദന ഇല്ല. ആ സമയത്ത് കൈ വിറയ്ക്കുന്നത് പോലെ, കാല് വിറയ്ക്കുന്ന പോലെ, എന്തോ ഒരു ശക്തി ശരീരത്തിലേക്ക് ഇറങ്ങുന്ന പോലെ തോന്നി ഈ മോള് പറയുന്നത്. അതിനുശേഷം തൻ്റെ ശരീരത്തിൽ വർഷങ്ങളായി ഉണ്ടായിരുന്ന നടുവേദന പൂർണ്ണമായി മാറിപ്പോയെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഇപ്പോൾ കേട്ട ദൈവിക സന്ദേശത്തിൻ പ്രകാരം, അത്ഭുത സാക്ഷ്യം പ്രകാരം നിങ്ങളുടെ ജീവിതത്തിലും ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. വരൂ, നമുക്ക് വിശ്വാസത്തോടെ അത്ഭുതത്തിനായി പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഈ സമയത്ത് അങ്ങയുടെ കൈകൾ നീട്ടി അങ്ങ് പ്രവർത്തിക്കണമേ. താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി ചെയ്യണമേ എന്ന് ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ബ്രസ്റ്റിലുള്ള ചില മുഴകൾ, ചില സിസ്റ്റുകൾ, ഗ്രോത്തുകൾ, കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ അത് മലിഗ്നൻ്റ് ആണെങ്കിലും ഇല്ലെങ്കിലും അത് പരിപൂർണമായും കർത്താവെ അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ബ്രെയിൻ ട്യൂമർ കർത്താവ് സൗഖ്യമാക്കുന്നു. താങ്ക് യു ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. റൂബി എന്നു പേരുള്ളൊരു സഹോദരിയുടെ തൈറോയിഡ് സംബന്ധമായ പ്രയാസത്തിൽ നിന്ന് അത്ഭുതകരമായൊരു സൗഖ്യം കർത്താവ് നൽകുകയാണ്. റൂബി, യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി ഇപ്പോൾ സൗഖ്യമാകട്ടെ. നട്ടലിൻ്റെ തകരാറ് ബാധിച്ച പലരെയും, പ്രത്യേകിച്ച് ഡിസ്കുകൾ അകന്നുപോയി, അടുത്തുപോയി, അതിനിടയിൽ നെർവ്സ് ജാമായി, അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് തുടങ്ങി എന്താണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ആമാശയത്തിനകത്തുള്ള ചില തകരാറുകൾ സൗഖ്യമാകട്ടെ. യൂറിനറി ബ്ലാഡർ, മൂത്രസഞ്ചിയിലുള്ള ചില തകരാറുകൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇൻ ജീസസ്. വെരിക്കോസ് വെയിൻ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കാൽമുട്ടിനകത്തുള്ള തകരാറുകൾ സൗഖ്യമാകട്ടെ. ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടി. ഞാൻ പറയാത്തൊരു വിഷയത്തിലായിരിക്കും നിങ്ങൾ പ്രയാസപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് അവർക്ക് കൂടെ വിടുതലും അത്ഭുതങ്ങളും കർത്താവ് കൊടുക്കണമേ, സൗഖ്യം കൊടുക്കണമേ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന ദൈവം അത്ഭുതം ചെയ്യണമേ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. വിടുതലിനായി നന്ദി പറയുന്ന കർത്താവേ, താങ്ക് യു ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് വൈകിട്ട് മാംഗ്ലൂരിൽ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കും. നാളെ വൈകിട്ട് മൈസൂരിലാണ്, മറ്റന്നാൾ രാവിലെ ബാംഗ്ലൂരിൽ. തീർച്ചയായും വരണം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് വ്യാഴാഴ്ച രാവിലെ കൊച്ചിൻ ബ്ലെസ്സിങ് സെൻറ്ററിൽ ഒരു മിറക്കിൾ സർവീസ് നടക്കുകയാണ്. സിസ്റ്റർ ഷമയായിരിക്കും ശുശ്രൂഷിക്കുന്നത്. നിങ്ങൾ എവിടെയാണെങ്കിലും ഓടി വരിക. കർത്താവിനൊരു അത്ഭുതം പ്രാപിക്കാൻ വേണ്ടി ഓടി വരിക. ദിസ് ഈസ് എ മിഡ് വീക്ക് സർവീസ്. എസ്പെഷ്യലി this is a miracle service. So many miracles are happening. There is an explosion of miracles. ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിനുള്ള പുസ്തകങ്ങൾ, എൻ്റെ പ്രാർത്ഥന ഡയറി, തടസ്സങ്ങളെ തകർക്കുക, വിദ്യാർത്ഥികൾക്കുള്ള വിന്നേഴ്സ് ഫാക്ടറി, ആശിഷമാരെ തുടങ്ങിയ പല പുസ്തകങ്ങളും CD-കളൊക്കെ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം, വെബ്സൈറ്റ് സന്ദർശിക്കാം. എന്ന് മാത്രമല്ല, ബ്ലെസ്സിങ് ടുഡേയുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. ഒത്തിരി വീഡിയോകളും ഇൻഫർമേഷനും നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മാംഗ്ലൂർ ഏപ്രിൽ 6 വ്യാഴം. സമയം വൈകിട്ട് 5:30 മുതൽ 8:30 വരെ. ഡോൺ ബോസ്കോ ഹാൾ, ജ്യോതി സർക്കിളിന് സമീപം, ഹമ്പൻകട്ട, മംഗലാപുരം.
ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മൈസൂർ ഏപ്രിൽ 7 വെള്ളി. സമയം വൈകിട്ട് 5:30 മുതൽ 8:30 വരെ. ബർത്തലോമിയോസ് കമ്മ്യൂണിറ്റി ഹാൾ, സബർബ് ബസ് സ്റ്റാൻഡിന് സമീപം, മൈസൂർ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഏപ്രിൽ 8 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 15K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. തന്റെ ഏകജാതനായ പുത്രനെ ക്രൂശിലെ മരണത്തോളം വിട്ടുകൊടുത്ത ദൈവപിതാവിന്റെ സ്നേഹത്തെ വർണ്ണിക്കുവാനും യേശുവിന്റെ കാൽവരി ക്രൂശിലെ സന്ദേശത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ പഠിക്കുവാനും ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്നു ഗുഡ് ഫ്രൈഡേ സർവീസ് 2017. ഏപ്രിൽ 14 ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ രാവിലെ 9:30 മുതൽ 12:30 വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 0484 422 111 www.blessingtoday.tv